അൽഹംദുലില്ലാ, പരിശുദ്ധ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് ആഗതമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി തങ്ങളെ കാണാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ചയുടെ പകലിന് വലിയ ശ്രേഷ്ഠതകൾ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചെന്നിട്ടുണ്ട്. റബീഉൽ അവ്വലാണ്, അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ചയുമാണ്. ഇരട്ടി മധുരമുള്ള ദിവസം. അല്ലാഹു ഒരുപാട് അമലുകൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നത്തെ ദിവസം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്തൊരു മാറ്റർ, നബി തങ്ങളല്ലാത്തൊരു വിഷയം നമുക്ക് പറയാനില്ല. കാരണം ഈ വെള്ളിയാഴ്ച ദിവസം നബിതങ്ങൾ സാധാരണ ദിവസമാണെങ്കിൽ, സാധാരണ ആഴ്ചകളിലെ മറ്റു മാസങ്ങളിലെ വെള്ളിയാഴ്ചയാണെങ്കിൽ തന്നെ നബിതങ്ങൾ ഏറ്റവും കൂടുതൽ ചെല്ലണം, പറയണം, നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ ഇബാദത്ത് പരിശുദ്ധ സ്വലാത്താണ്, നബിതങ്ങളുടെ സ്വലാത്താണ്. അപ്പോ റബീഉൽ അവ്വലും കൂടി ആയാലോ, നബിതങ്ങളുടെ മാസമായാലോ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച പകൽ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നമ്മൾ മരിക്കുന്ന സമയം വരെ കൊണ്ടു നടക്കാൻ പറ്റുന്ന വലിയ മഹത്വമുള്ള ഒരു സ്വലാത്ത് നമുക്ക് പഠിക്കണം. എന്താ ഈ സ്വലാത്തിന്റെ പ്രത്യേകത എന്നറിയുമോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ കൂടെ ഇരിക്കുകയും അവിടുത്തെ കൂടെ ഭക്ഷണം കഴിക്കുകയും അവിടുത്തെ കൂടെ ഹദീസുകൾ കേൾക്കുകയും അവിടുത്തെ കൂടെ മജ്ലിസിൽ പങ്കെടുത്ത് പരിശുദ്ധ ഖുർആൻ കേട്ട് മനസ്സിലാക്കുകയും ദീൻ പഠിക്കുകയും ചെയ്യാൻ അവസരം കിട്ടിയ മഹാനായ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ. അവിടുന്ന് പഠിപ്പിച്ചു തന്നൊരു സ്വലാത്ത് നമുക്ക് പഠിച്ചാലോ? അവിടുത്തെ ജീവിതാവസാനം വരെ അവിടുന്ന് കൊണ്ടു നടന്ന സ്വലാത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു സെക്കൻഡ് പോലും പാഴാക്കി കളയാതെ ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുകയും ഇത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് എന്ന വഴിയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. അള്ളാഹു പൂർണ്ണമായി കേൾക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. പരിശുദ്ധ റബീഉൽ അവ്വൽ സ്വലാത്തിന്റെ മാസമാണ്. പരിശുദ്ധ റബീഉൽ അവ്വൽ മദ്ഹിന്റെ മാസമാണ്, പ്രകീർത്തനങ്ങളുടെ മാസമാണ്, മൗലിദുകളുടെ മാസമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് ചൊല്ലണം, പറയണം. ഈ വിശുദ്ധ മാസം ഹബീബായ നബി തങ്ങളിലേക്ക് നമ്മളങ്ങ് സമർപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖൽബിൽ ഒരു നല്ല നിയ്യത്ത് വെക്കുക. ഈ പരിശുദ്ധ മാസം മുത്ത് നബി തങ്ങളിലേക്ക് ഞങ്ങൾ അങ്ങ് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ സ്വലാത്തുകളിലൂടെ, ഞങ്ങളുടെ മദ്ഹുകളിലൂടെ, ഞങ്ങളുടെ പ്രകീർത്തനങ്ങളിലൂടെ, ഞങ്ങളുടെ മൗലിദുകളിലൂടെ ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ പുണ്യ റബീഉ കടന്നു വരുമ്പോൾ ഒരുപാട് സ്വലാത്തുകൾ ആ മദീനയിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കണം. നമ്മളുടെ സ്വലാത്തുകൾ കൊണ്ട് ആ മദീന പ്രകമ്പനം കൊള്ളണം. നമ്മളുടെ സ്വലാത്ത് കൊണ്ട് ആ മദീന പ്രകാശപൂരിതമാകണം. നമ്മളുടെ സ്വലാത്തുകളെ കൊണ്ട് ആ മദീനയിൽ നമ്മളെ കാണിക്കപ്പെടണം. മുത്തുനബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾ എന്റെ മുമ്പിൽ കാണിക്കപ്പെടുമെന്ന്. സാധുവായ എന്നെയും നിങ്ങളെയും, എന്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കരളിന്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, നമ്മുടെ രൂപം മുത്തുനബി തങ്ങളിലേക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇന്നാലിന്ന വ്യക്തി സൈനബ എന്ന സഹോദരി നബിയെ തങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, ഫാത്തിമ എന്ന സഹോദരി തങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, ഇബ്രാഹിം എന്ന സഹോദരൻ തങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, മുഹമ്മദ് എന്ന സഹോദരൻ തങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലി. ഇങ്ങനെ നമ്മളുടെ പേരെടുത്തു പറഞ്ഞ്, എന്നല്ല നമ്മളുടെ ഉപ്പയുടെ പേര് കൂടെ ചേർത്തു പറഞ്ഞിട്ട് നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ മലക്കുകളെ അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ കൂടി ചൊല്ലിയ സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. ചെറിയ സ്വലാത്ത്, ചെറിയ 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 വാക്കുകൾ കോർത്തിണക്കിയ മനോഹരമായ സ്വലാത്ത്. സ്വലാത്തു നാരിയത്ത് നമ്മൾ ചൊല്ലാറുണ്ട്. നാരിയത്ത് സ്വലാത്ത്. തൻഹല്ലു ബിഹിൽ ഉഖദ് വ തൻഫരിജു ബിഹിൽ ഖുറബ് വ തുഖ്ലാ ബിഹിൽ ഹവായിജ് വ തുനാലു ബിഹിൽ റഗായിബ്. ഇങ്ങനെ ചെറിയ 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 സെന്റൻസുകൾ ചേർത്ത് വെച്ചിട്ടുള്ള സ്വലാത്തുകൾ ചൊല്ലാൻ വളരെ മധുരമുള്ളത്. അതുപോലെ തന്നെയുള്ള ഒരു സ്വലാത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളും അവിടുത്തെ ജീവിതത്തിൽ പതിവാക്കുകയും നിങ്ങൾ ചൊല്ലണേ എന്ന് പഠിപ്പിച്ചു തരികയും ചെയ്ത സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് ഒട്ടനവധി നേട്ടങ്ങൾ. അതിൽ കിട്ടുന്ന ഒരു നേട്ടം മാത്രം ഞാൻ പറയട്ടെ. മുത്ത് നബി തങ്ങളെ കണ്ടിട്ടല്ലാതെ അസ്രായിൽ അലൈഹിസ്സലാം അയാളുടെ റൂഹ് പിടിച്ചു കൊണ്ടുപോകൂല. മരിക്കുന്നതിന് മുമ്പ് ഉറപ്പായും നബി തങ്ങളെ കാണുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പഠിപ്പിച്ചു തന്ന മഹത്തായ സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് വീഡിയോ പൂർണ്ണമായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഈ വിശുദ്ധ റബീഉ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നതാകണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റബീഉ കടന്നു വരുമ്പോൾ റബീഉവിന്റെ 1 മുതൽ അതുപോലെ തന്നെ 12 ദിവസം വരെ നമ്മുടെ നാടുകളിലും അതുപോലെ ചില നാടുകളിൽ 40 ദിവസം തുടർച്ചയായിട്ട് മൗലിദുകളും മദ്ഹുകളുടെയൊക്കെ മജ്ലിസുകൾ നമുക്ക് കേൾക്കാൻ കഴിയും. പരിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോൾ മാത്രമല്ല നബി തങ്ങൾ ഓർക്കേണ്ടത്, എല്ലാ സമയത്തും ഓർക്കണം. പക്ഷേ റബീഉ കടന്നു വരുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് ഒരു പ്രത്യേക ആവേശമാണ്, പ്രത്യേക അനുരാഗമാണ്. കാരണം ഇത് ഞങ്ങളുടെ നേതാവിൻ്റെ മാസമാണ് ഈ കടന്നു വരുന്നത്. പരിശുദ്ധ റബീഉൽ ഒരുപാട് ചൊല്ലാൻ,
ഒരുപാട് മുത്തുനബി തങ്ങളുടെ ആ പരിശുദ്ധ മദീനയിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് നല്ല സ്വലാത്തുകൾ ചൊല്ലിവെക്കണം അല്ലേ? ഒരുപാട് അർത്ഥവത്തായ സ്വലാത്തുകൾ മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് അറിയുന്ന സ്വലാത്തുകളൊക്കെ നമ്മൾ ചൊല്ലണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട്, നമ്മുടെ എല്ലാ പ്രതിസന്ധികളും നീങ്ങാൻ പറ്റുന്ന, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പോംവഴിയായി പരിഹാരമായിട്ട്, അതുപോലെ തന്നെ നമ്മളുടെ രോഗങ്ങൾക്ക് ശിഫായായിട്ട്, അതുപോലെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ, നമ്മളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ, നമ്മുടെ എല്ലാ മേഖലകളും റാഹത്തും സന്തോഷവും ഉള്ളതായി തീരാൻ ഉതകുന്ന ഒരു സ്വലാത്ത് കൂടിയാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത് എങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ പതിവാക്കുന്നത് എങ്കിൽ ഇരട്ടി മധുരമെന്നോണം നമുക്ക് ഇരട്ടി പ്രതിഫലവും ലഭിക്കും. അതുപോലെ നമ്മളുടെ കാര്യങ്ങൾ നടന്നു കിട്ടുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം മഹത്തായൊരു സ്വലാത്ത് പഠിക്കാം. എന്താണ് ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്നറിയുമോ? മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഏറ്റവും വലിയ ഔലിയാക്കളായ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള മഹാന്മാരായ സ്വഹാബത്ത് ചൊല്ലിയ സ്വലാത്താണ്. സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ പതിവാക്കിയ സ്വലാത്താണ്. അവർ ചൊല്ലുക മാത്രമല്ല, ജീവിതത്തിൽ പതിവാക്കുകയും നമ്മളോട് ചൊല്ലാൻ കൽപ്പിച്ചതിൻ്റെ മഹത്വം പഠിപ്പിച്ചു തരികയും ചെയ്ത മഹത്തായ ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ആ പുന്നാര നബി തങ്ങളുടെ ദർബാറിലേക്ക് സമർപ്പിക്കാൻ നമുക്കൊന്ന് പഠിച്ചു വെക്കണം. ഒരുപാട് നേട്ടങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് മഹത്തുക്കൾ. ആ കൂട്ടത്തിൽ 31 പരം വരുന്ന അത്ഭുത നേട്ടങ്ങൾ ഈ ഒരു സ്വലാത്തിന് തന്നെ മഹാന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട്. 31 പരം വരുന്ന അത്ഭുത നേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടു നടക്കാനും നമുക്ക് അവസരം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ സമയം നമ്മൾ അതിനുവേണ്ടി ചെലവഴിക്കുകയാണ്. നമ്മുടെ ഈ സമയം പരിശുദ്ധ സ്വലാത്ത് നമ്മൾ പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്തൊക്കെയാണ് ആ പരിശുദ്ധ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടമെന്നറിയുമോ? കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങൾ നമുക്ക് കാണാം. ആ കൂട്ടത്തിൽപ്പെട്ട ചിലത് ഞാനൊന്ന് പറയട്ടെ. പരിശുദ്ധമായ ഈ പവിത്രമായി പറയാൻ പോകുന്ന സ്വലാത്ത് ആരെങ്കിലും ഒരാൾ പതിവാക്കിയാൽ, ഇനി അത് ഒരു തവണയാണ് ചൊല്ലുന്നതെങ്കിലും ശരി, ഒരൊറ്റ തവണ ചൊല്ലിയാലും 100 കണക്കിന് ആവശ്യങ്ങൾ നിറവേറാൻ പര്യാപ്തമായ സ്വലാത്താണ് ഈ പറയാൻ പോകുന്നത്. ഞാൻ വെറുതെ പറയരുത്, മഹാന്മാർ അവർ ജീവിതത്തിൽ ചൊല്ലിയിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. വെറുതെ അങ്ങോട്ട് പറഞ്ഞു തന്നതല്ല, മറിച്ച് ജീവിതത്തിൽ അവർ പതിവാക്കിയിരുന്ന സ്വലാത്താണ്. മഹാന്മാരായ സ്വഹാബത്തടക്കം 100 കണക്കിന് ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ ഈ ഒരൊറ്റ സ്വലാത്ത് മതിയെന്ന്. നമ്മൾ ഈ ചൊല്ലുന്ന സ്വലാത്ത് കൊണ്ട് 100 കണക്കിലധികം ആവശ്യങ്ങൾ മിഅത്തുൻ അവ അക്സറുഹ എന്നാണ് മഹാന്മാർ വിശേഷിപ്പിച്ചത്. അതായത് 100ഉം അതിലധികവും. നോക്ക് എത്ര ആവശ്യങ്ങളാണ്, എത്ര ചോദിച്ചാലും കിട്ടുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ ഏതാവശ്യവും വീട്ടപ്പെടും. ഇനി ഇത് ചൊല്ലുന്ന സമയത്ത് കൽബിൽ അങ്ങനെ കരുതിയാൽ മതി, അള്ളാഹുവേ എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, എനിക്ക് എൻ്റെ മകളെ കെട്ടിക്കണം, അള്ളാഹു പൂർത്തീകരിച്ച് നൽകും. എനിക്ക് ഖൈറായ വീട് വേണം റബ്ബേ, അള്ളാഹു നൽകും, ഇരു ലോകത്തും നൽകും. അതുപോലെ ഖൈറായ ഇണയെ വേണം, നല്ല ബന്ധം അള്ളാഹു പഠിപ്പിച്ച് നൽകും. മക്കളെ, സ്വാലിഹീങ്ങളായ മക്കളെ വേണം, അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ കൊണ്ട് കൺകുളിർമ നൽകും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ പരിചയപ്പെട്ടു. കല്യാണം കഴിഞ്ഞ് 25 വർഷങ്ങൾക്ക് ശേഷമാണ് മക്കൾ, ചെറിയ കുട്ടികളാണുള്ളത്. അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്, പക്ഷേ ഇത്രയും വർഷത്തിന് ശേഷമാണ്, എന്തായാലും 10, 50, 60 വയസ്സിനടുത്ത് അദ്ദേഹത്തിന് പ്രായമുണ്ട്. അദ്ദേഹത്തിന് ചെറിയ 2 മക്കൾ. അത് അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചാൽ ആർക്കും തടയാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൽബിൽ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട്, അപ്പോൾ ഞാൻ ഈ പറയാനുള്ള കാരണം, ചിലപ്പോൾ പ്രായം കുറേ വിവാഹം കഴിഞ്ഞിട്ട് മക്കളൊന്നും ഇല്ലാതെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റബ്ബിനോട് ആത്മാർത്ഥമായി ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വിഷമമുള്ള വിഷയമാണെങ്കിലും ശരി, റബ്ബ് അത് പരിഹരിച്ചു നൽകും. അപ്പോൾ ആത്മാർത്ഥമായ കൽബോട് ഓരോ തവണ ചൊല്ലുമ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ ഇങ്ങനെ പറയാം. അങ്ങനെ 100 കണക്കിന് ആവശ്യങ്ങൾ നിറവേറാൻ ഈ ഒരൊറ്റ സ്വലാത്ത് മതി. അള്ളാഹു ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്കല്ല, ഞാൻ പറയട്ടെ, സ്വലാത്ത് ചൊല്ലിയ സ്ഥലത്ത് കിട്ടുന്ന നേട്ടം ഞാൻ പറഞ്ഞുതരാം. സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ഇൻഷാ അല്ലാഹ് ഒരുപാട് നേട്ടങ്ങൾ പറയുന്നുണ്ട്. ഒരാൾ, ഞാനിപ്പോൾ ഈ ഇരുന്ന സ്ഥലത്തിരുന്ന് സ്വലാത്ത് ചൊല്ലി, എന്നാൽ ഈ സ്ഥലം പ്രകാശിക്കപ്പെടുമെന്ന് മഹാന്മാർ പറയാം. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ലൈറ്റ് കത്തുന്ന പോലെ കത്തുക എന്നല്ല, മറിച്ച് പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹുവിൻ്റെ മാലാഖമാരെമ്പാടും ആകാശ ലോകങ്ങളിലുണ്ട്. ഹബീബായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഭൂമിയിലുള്ളവർക്ക് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങി കാണുന്നത് പോലെ ആകാശത്തിലുള്ള മാലാഖമാർക്ക് ഭൂമിയിലേക്ക് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഭൂമിയിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ തിളക്കം കാണാൻ കഴിയും. അവരിങ്ങനെ പരസ്പരം ചോദിക്കും, എന്താണ് ഈ തിളങ്ങുന്നത്? അപ്പോൾ പറയപ്പെടും, ഇന്നാലിന്ന വ്യക്തിയുടെ വീട്ടിൽ, ഇന്നാലിന്ന വ്യക്തിയുടെ സദസ്സിൽ, ഇന്നാലിന്ന വ്യക്തിയുടെ കടയിൽ, ഇന്നാലിന്ന വ്യക്തിയുടെ മുസല്ലയിൽ അദ്ദേഹം
ഇന്ന സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബി തങ്ങളുടെ മേൽ, അതിൻ്റെ പ്രകാശമാണ് ആ കാണുന്നത് എന്ന്. അതായത് ഈ സ്വലാത്ത് ചൊല്ലപ്പെടുന്ന സ്ഥലം അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ പ്രകാശിക്കപ്പെടുന്നതായിട്ട് കാണിക്കപ്പെടും. അങ്ങനെ ആ മലക്കുകളും അവർക്ക് വേണ്ടി ദുആരക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകട്ടെ. നമ്മുടെ വീടിൻ്റെ അകത്തളം നമ്മൾ കാരണം പ്രകാശിക്കുക, നമ്മൾ മുസല്ല നമ്മൾ കാരണം പ്രകാശിക്കുക, വലിയ ബറക്കത്താണത്. എന്താണ് ഈ സ്വലാത്തിൽ കിട്ടുന്ന നേട്ടമാണ്. അള്ളാഹു ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം. ഒരുപാട് ചൊല്ലാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പത്തിൽ ചെല്ലാൻ പറ്റും. വളരെ എളുപ്പത്തിൽ. ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോൾ വിചാരിക്കും 10-31 പരം വരുന്ന നന്മകൾ ലഭിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന സ്വലാത്ത് എന്ന് പറയുമ്പോൾ വലിയ സ്വലാത്താണ് എന്ന്. നമ്മൾ സ്വലാത്തു നാരിയെ നമുക്കറിയാം. നാരിത്ത് സ്വലാത്ത് എന്ത് രസമാണല്ലേ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിന മുഹമ്മദിൻ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ്. ഇങ്ങനെ അടുക്കി വെച്ച പോലുള്ള സ്വലാത്തുകൾ, വാക്കുകൾ. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ചൊല്ലാൻ പറ്റുന്ന മഹത്തമായൊരു സ്വലാത്താണ്. അതായത് വളരെ ചെറിയ വാക്കുകൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ ചൊല്ലുന്ന ആൾക്ക് കിട്ടുന്ന നേട്ടം 100 കണക്കിന് ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും. ആ ചൊല്ലുന്ന വ്യക്തി എവിടെയിരുന്നാണോ ചൊല്ലിയത് ആ ചൊല്ലിയ സ്ഥലം പ്രകാശിപ്പിക്കപ്പെടുന്നതാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ അത് പ്രകാശമുള്ളതായി തീരുന്നതാണ്. ഇനി അദ്ദേഹത്തിന് കിട്ടുന്ന മറ്റൊരു നേട്ടം അറിയോ? ഉഹദ് പർവ്വതത്തോളം സമാനമായ കൂലി ഈ മനുഷ്യന്റെ അക്കൗണ്ടിൽ എഴുതപ്പെടും. ആണാകട്ടെ പെണ്ണാകട്ടെ, ചെറിയവരാകട്ടെ വലിയവരാകട്ടെ, ആരാണോ ചൊല്ലിയത്. ഉഹദ് പർവ്വതം എന്ന് പറഞ്ഞാൽ അറേബ്യയിലെ വലിയ പർവ്വതങ്ങളിൽപ്പെട്ടതാണ്. വലിയ മലയാണ് ഇത് ഉഹദ് മല. ഉഹദ് മലയോളം വലിപ്പമുള്ള മറ്റൊരു മല അറേബ്യയിൽ കാണാൻ കഴിയില്ല എന്ന് ചരിത്രത്തിൽ കാണാം. മുത്തനബി തങ്ങൾ പലപ്പോഴും വിശേഷണം പറഞ്ഞ വലിപ്പത്തിന്റെ കാര്യത്തിൽ വിശേഷിപ്പിച്ചത് ഉഹദ് പർവ്വതത്തെയാണ്. അപ്പോൾ ഉഹദ് പർവ്വതത്തെക്കാൾ വലിപ്പമുള്ള രൂപത്തിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പ്രതിഫലം എഴുതപ്പെടും. നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ചെയ്യുന്ന ചെറിയ നിസ്കാരങ്ങളും നോമ്പുകളും സക്കാത്തുകളും അതുപോലെ നമ്മുടെ ചെറിയ സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങൾ കൊണ്ട് നാളെ മഹ്ശറിൽ ചെന്ന് നിൽക്കുമ്പോൾ ഉഹദ് പർവ്വതത്തിൻ്റെ വലിപ്പമുള്ള നന്മകളുടെ ഏടുകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ, ത്രാസിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോകൂലേ. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. അപ്പോൾ ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് കിട്ടുന്ന അടുത്തൊരു നേട്ടമാണെന്ത്? ഉഹദ് പർവ്വതത്തിൻ്റെ സമാനമായ നന്മകൾ ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ അള്ളാഹു എഴുതി ചേർക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ പറയുക. അള്ളാഹു കൊണ്ടുനടക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. മറ്റൊരു നേട്ടം നിങ്ങൾക്കറിയുമോ? ഈ സ്വലാത്ത് ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ നമ്മളൊക്കെ മരിക്കേണ്ടവരാണ്. അവസാനം കണ്ണടക്കുക തന്നെ വേണം. ഒരാളും ഈ ലോകത്ത് ശാശ്വതരായിരിക്കില്ല. മരിക്കുന്ന സമയത്ത്, മരിച്ചതിന് ശേഷം നമ്മൾ എവിടെയാണ് നമുക്കറിയില്ല. നമ്മുടെ ജീവിതം മരണശേഷം ഹൈറായിട്ടാണോ ഷെറായിട്ടാണോ അള്ളാഹു നമുക്കറിയില്ല. അള്ളാഹു ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. അന്ത്യം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ആഖിറം അള്ളാഹു വെളിച്ചമാക്കി തരുമാറാകട്ടെ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന എന്താ? സ്വർഗത്തിൽ പോകണം. നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലുന്നത്, ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം ചെലവഴിക്കുന്നതൊക്കെ എന്തിനാ? നമുക്ക് സ്വർഗത്തിൽ പോകണം. മുത്തുനബി തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കണം. മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ കടക്കണം. സ്വർഗത്തിൻ്റെ അനുഭൂതികളൊക്കെ ലഭിക്കണം. ഇങ്ങനെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നത്. എന്താ മനസ്സിലാക്കണേ? മരണപ്പെടുന്നതിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പ് ഈ സ്വലാത്ത് ചൊല്ലിയ വ്യക്തിയുടെ സ്വർഗത്തിലെ സ്ഥാനം ഏതാണ് എന്ന് കാണിക്കപ്പെട്ടിട്ടല്ലാതെ അദ്ദേഹം മരിക്കൂല. മനസ്സിലായി പറഞ്ഞത്? ഈ വ്യക്തി മരിക്കുന്നതിന് മുമ്പ്, മരണാസന്നമാകുന്ന സമയത്ത് നമുക്കറിയാം സക്കറാത്തിൻ്റെ ഹാല് വലിയ അവസ്ഥയാണ്. സക്കറാത്തിൻ്റെ അവസ്ഥ വലിയ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ്. ആ സമയത്ത് ഒരാൾക്ക് സന്തോഷം കിട്ടുന്ന വകുപ്പുകളാണെന്ത്? മുത്തുനബി തങ്ങളെ കാണാൻ സമയത്ത്. അതുപോലെ തന്നെ സ്വർഗം കാണാൻ കഴിയുക. ഞാൻ പോകേണ്ട സ്ഥലം ഇതാണല്ലോ, അൽഹംദുലില്ലാഹ്, സന്തോഷത്തോടെ മരിക്കാൻ പറ്റും. അപ്പം അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകട്ടെ. ഈ സ്വലാത്ത് പതിവാക്കിക്കോളി. മഹാന്മാർ പറയാ, സ്വർഗത്തിലെ സ്ഥാനം ആ വ്യക്തിയെ കാണിച്ചു കൊടുത്തിട്ടല്ലാതെ, സ്വർഗത്തിൽ ഇന്ന സ്ഥലത്താണ് ആ മനുഷ്യൻ കണ്ട് സന്തോഷിച്ചിട്ടല്ലാതെ അദ്ദേഹത്തിന് മരിക്കാൻ കഴിയില്ല എന്ന്. എത്ര വലിയ നേട്ടമാണ്! സുബ്ഹാന ജല്ല ജലാലു. എന്നാൽ ഈ സ്വലാത്ത് പതിവാക്കുന്നവർ വളരെ കുറവാണ് എന്നും മഹത്തുക്കൾ പറയാം. നമ്മളെപ്പോഴും ചൊല്ലിക്കേട്ടിട്ടുള്ള സ്വലാത്തല്ല. മഹാന്മാരുടെ ജീവിതത്തിൽ അവർ വലിയ വെറുതുപോലെ കൊണ്ടു നടന്നതാണ്. നിത്യമായി ചെയ്യുന്ന ഇബാദത്തായി കൊണ്ടു നടന്നതാണ്. എന്നാൽ നമ്മൾ സ്ഥിരമായി ചൊല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ കേട്ടുപരിചയമില്ലാത്തൊരു സ്വലാത്ത് കൂടിയാണ്. എന്നാലും ഇൻഷാ അല്ലാഹ് നമ്മളത് ചൊല്ലി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വലിയൊരു നേട്ടം കൂടെ കേൾക്കണോ? ഇനി നമ്മൾ സാധാരണ ഒരു അമല് ചെയ്താൽ, നമ്മളൊരു ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പം നിസ്കരിച്ചു, അല്ലെങ്കിൽ നോമ്പനുഷ്ഠിച്ചു, സക്കാത്ത് കൊടുത്തു, ഹജ്ജ് ചെയ്തു, ഇതൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് മാത്രമേ അതിൻ്റെ കൂലി കിട്ടുള്ളൂ. നമ്മൾ ചെയ്തു, നമുക്കതിൻ്റെ കൂലി കിട്ടി. നമ്മൾ നോമ്പനുഷ്ഠിച്ചു, നമുക്കതിൻ്റെ കൂലി കിട്ടി. നമ്മൾ ഖുർആൻ ഓതി, അതിൻ്റെ കൂലി നമുക്ക് കിട്ടി. എന്നാൽ മഹാന്മാർ പറയാണ്, ഈ ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലി, ഇപ്പം ഞാൻ ചൊല്ലി, അല്ലെ എൻ്റെ മക്കൾ ചൊല്ലി, അല്ലെ എൻ്റെ കുടുംബാദികൾ ആരെങ്കിലും ചൊല്ലി, വാപ്പ ചൊല്ലി, ഉമ്മ ചൊല്ലി, ആരെങ്കിലും ആട്ടെ, നമ്മളിൽ ആരെങ്കിലും ഒരാൾ ഈ ഒരു സ്വലാത്ത് ചൊല്ലി, എന്നാൽ കിട്ടുന്ന നേട്ടം നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. ഓക്കെ, അള്ളാഹുവിൻ്റെ അക്കൗണ്ടിൽ ഇതിന് എന്ത് ചെയ്യും? ഉഹദ് പർവ്വതത്തിൻ്റെയൊക്കെ സമാനമായ നന്മകളൊക്കെ എഴുതും. ഓക്കെ, ഇതിന് പുറമെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിയുടെ മാതാപിതാക്കൾക്കും ഇതിൻ്റെ കൂലി എഴുതും. നോക്ക്, ഈ വ്യക്തിയുടെ മാതാപിതാക്കൾക്കും, ഉമ്മാക്കും ഉപ്പാക്കും കൂടെ എന്ത് ചെയ്യും? ഈ ഒരു കൂലി എഴുതും.
എന്നിട്ട് തീർന്നില്ല, അവിടെ നിർത്തിയില്ല, മറിച്ച് ഈ വ്യക്തിയുടെ മക്കൾക്കും ഈ കൂലി എഴുതും. നമ്മൾ കാരണം നമ്മളുടെ ഉമ്മാക്കും ഉപ്പാക്കും കൂലി ലഭിക്കുന്ന, നമ്മളുടെ മക്കൾക്ക് കൂലി ലഭിക്കുന്ന വലിയൊരു ഇബാദത്താണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഏറ്റെടുക്കാൻ തയ്യാറല്ലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ഇവിടുന്ന് മരണപ്പെട്ട് അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് എത്തിയാലോ, മഹ്ശറിലേക്ക് എത്തിയാലോ, കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടം പിന്നെയും കിടക്കുകയാണ് അവിടെ വിശാലമായി. മുത്ത് നബി തങ്ങളുടെ ഹൗദിൻ്റെ അരികിലേക്കാണ് ആ മനുഷ്യനെ നേരിട്ട് കൊണ്ടുപോവുക. ആ വ്യക്തിയെ കൊണ്ടുപോകുന്നത് നബിതങ്ങളുടെ ഹൗദിൻ്റെ അരികിലേക്കാണ്. ആ ഹൗദിൻ്റെ അരികിൽ കൊണ്ട് നിർത്തുകയും പുന്നാര നബിതങ്ങളുടെ കൈ കൊണ്ട് അവിടുന്ന് നമുക്ക് ഹൗദുൽ കൗസർ നൽകുകയും ചെയ്യും. ആ ഹൗദുൽ കൗസർ ഒരു തവണ കുടിച്ചാലുണ്ടല്ലോ, ആ ഹൗദുൽ കൗസറിലെ പാനീയം ഒരു തവണ കുടിച്ചാൽ ലാ യൽമഉ ബഅദഹു അബദ, പിന്നീട് ഒരിക്കലും ആ മനുഷ്യന് ദാഹിക്കുകയില്ല എന്ന് മഹ്ശറ, അത്രയേറെ പ്രയാസമുള്ള സ്ഥലത്ത് ഒരു ദാഹവുമില്ലാതെ ദാഹം അകറ്റിയവരായിട്ട് അവിടെ നിൽക്കാൻ കഴിയും, അവർക്ക് സന്തോഷിക്കാൻ കഴിയുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച ഈ സ്വലാത്ത് പതിവാക്കിയാൽ മതിയെന്ന്. നമുക്ക് ഈ സ്വലാത്തൊന്ന് കേൾക്കണ്ടേ, സ്വലാത്തൊന്ന് ചൊല്ലണ്ടേ. അള്ളാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അള്ളാഹ്. ഇൻഷാ അല്ലാഹ് എണ്ണി പറഞ്ഞു തരാം. ഞാൻ ഇതിൻ്റെ നേട്ടങ്ങൾ ഇനി ഒരുപാട് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ഞാനൊന്ന് പറഞ്ഞു തന്നതിന് ശേഷം സ്വലാത്ത് എങ്ങനെ ചൊല്ലണം, ചൊല്ലിയാൽ എങ്ങനെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി നേട്ടം കൂടെ നമുക്കൊന്ന് പറയാം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ആരാണ് ഈ സ്വലാത്ത് പഠിപ്പിച്ചതെന്നറിയോ? ഈ മഹത്തായ സ്വലാത്ത് നമുക്ക് പകർന്നു തന്നത് ആരാണെന്നറിയുമോ? മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആരാണ് എന്ന് ചരിത്ര താളുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പുന്നാര നബിതങ്ങളോട് ഇത്രയേറെ മഹബ്ബത്തുള്ള ഒരു സ്വഹാബി. മുത്തുനബിതങ്ങളുടെ സ്വഹാബത്തിൽ നമുക്ക് കാണാൻ വേറെ ഉണ്ടാവില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ റളിയല്ലാഹു അൻഹു ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാര്യമല്ലേ ഈ പറയുന്നത്. ബാക്കിയുള്ള സ്വഹാബത്ത്, അശറത്തുൽ മുബശ്ശിരീങ്ങളല്ലാത്ത ബാക്കിയുള്ള സ്വഹാബത്തിനെ നോക്കുകയാണെങ്കിൽ മുത്തുനബി തങ്ങളോട് അത്രയേറെ മഹബ്ബത്ത് കാണിച്ച ആളാണ്. മഹബ്ബത്ത് അളക്കാൻ കഴിയില്ല. അപ്പോൾ ഇനി ആരും എന്ത് ചെയ്യണ്ട, ഇന്ന സ്വഹാബിക്ക് നബിതങ്ങളോട് മഹബ്ബത്തില്ലായിരുന്നോ, ഇന്ന ആൾക്കില്ലായിരുന്നോ ചോദ്യമായിട്ട് വരണ്ട. മഹബ്ബത്ത് എന്നുള്ളത് അളക്കാൻ കഴിയില്ല. ഓരോരുത്തരും മുത്തുനബി തങ്ങളുടെ ഹുബ്ബ് കാണിച്ച വ്യത്യസ്ത രൂപത്തിലാണ്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിൽ നിർത്തിയ സമയത്ത് അവിടുന്ന് മുത്തുനബി തങ്ങളുടെ ഹുബ്ബ് കാണിച്ച് എങ്ങനെയാണെന്നറിയോ? എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, നബിതങ്ങൾ എൻ്റെ സ്ഥാനത്താണ് എന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. അവിടുത്തെ കാലിൽ ഒരു മുള്ള് തറയ്ക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തൂക്കുമരത്തിൽ, കഴുമരത്തിൽ തൂക്കിക്കൊല്ലാൻ നിർത്തിയ സമയത്ത് പറയുകയാണ്. ശത്രുക്കൾ ചോദിച്ചു, നീയൊന്ന് രക്ഷപ്പെടണമെങ്കിൽ നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് നബി ആണെന്നൊന്ന് പറഞ്ഞാൽ മതി, സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചാൽ മതി, പറയണ്ട, കൽബിലൊന്ന് ചിന്തിച്ചാൽ മതി, എന്നിട്ടാന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ അറിയോ? അവിടുത്തെ മഹബ്ബത്ത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ സ്ഥാനത്ത് നബിയോ, അല്ലാഹ് സുബ്ഹാന റബ്ബി, അവിടെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പുന്നാര നബിതങ്ങളുടെ കാലിൽ ഒരു മുള്ള് തറയ്ക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു മുള്ളു കൊണ്ടുപോലും നബിതങ്ങൾക്ക് വേദന എടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എന്താക്കുന്നില്ല, ഞാൻ പറയില്ല എന്നെ തൂക്കിലൊക്കെ ഒന്നും കുഴപ്പമില്ല, എൻ്റെ ജീവൻ എടുത്തോ, ഒരു കുഴപ്പമില്ല. ജീവൻ കൊടുത്ത് സ്നേഹിച്ചവരാണ്. ത്വൽഹാ റളിയല്ലാഹു അൻഹു ഉഹദിൻ്റെ രണാങ്കണത്തിൽ നിൽക്കുമ്പോൾ നബിതങ്ങളുടെ മുമ്പിൽ വന്നു നിന്നു. നബിയെ, തങ്ങൾ തലയൊന്നും പൊക്കി നോക്കല്ലേ. നബിതങ്ങൾ ചോദിച്ചു, എന്താ പോകാൻ ത്വൽഹാ? അബൂ ത്വൽഹാ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, നബിയെ, ശത്രുക്കൾ അമ്പ ചെയ്യുന്നുണ്ട്, അമ്പ ചെയ്താൽ തങ്ങൾ തല പൊക്കി നോക്കുമ്പോൾ ചിലപ്പോൾ തലയിലൊക്കെ വന്ന് കൊള്ളാൻ സാധ്യതയുണ്ട്. ഈ ത്വൽഹായുടെ ദേഹത്ത് ഞാനത് ഏറ്റുവാങ്ങിക്കോളാം. നോക്ക്, ഇങ്ങനെ മഹബ്ബത്ത് പ്രകടിപ്പിച്ച വ്യത്യസ്ത രൂപങ്ങൾ നമുക്ക് കാണാം. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് തങ്ങൾ അവിടുന്ന് പതിവാക്കിയിരുന്ന ഒരു സ്വലാത്താണ്. മുത്തുനബി തങ്ങൾക്ക് വലിയ സ്നേഹമുള്ള സ്വഹാബിയാണ്. നബി തങ്ങളോടും വലിയ മഹബ്ബത്തുള്ള സ്വഹാബിയാണ്. അവിടുന്ന് പറയുകയാണ്, ആരെങ്കിലും ഒരാൾ ഈ സ്വലാത്ത് പതിവാക്കുകയാണെങ്കിൽ, ഈ സ്വലാത്ത് എല്ലാ ദിവസവും നിരന്തരമായി ഒരു തവണയെങ്കിലും പതിവാക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തുനബി തങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടല്ലാതെ ആ സ്വലാത്ത് സ്വീകരിക്കൂല എന്ന്. സ്വലാത്ത് ഒരിക്കലും തട്ടപ്പെടൂല എന്ന് നമുക്കറിയാലോ. സ്വലാത്ത് സ്വീകരിക്കാതിരിക്കൂല, ഉറപ്പായി സ്വീകരിക്കും. മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ പറയാ, ഈ സ്വലാത്ത് സ്വീകരിക്കുന്നതിന് മുമ്പ് ആ വ്യക്തി ചൊല്ലിയ ആളെ മുത്തുനബി തങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കും. ഇന്നാലിന്ന വ്യക്തി, നമ്മളുടെ മുഖം മുത്തുനബി തങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയാം, മുന്നിലേക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയാം, ഇന്നാലിന്ന വ്യക്തി മുജീബുർ റഹ്മാൻ നബിയെ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നാളെ നബി തങ്ങൾ നമ്മൾ ഓർക്കാൻ അത് പോരെ? ഹൗദുൽ കൗസറിൻ്റെ അടുക്ക നിൽക്കുമ്പോൾ, മഹ്ശറിൽ നിൽക്കുമ്പോൾ, സിറാത്തിൻ്റെ അടുക്ക നിൽക്കുമ്പോൾ, മീസാൻ്റെ അടുക്ക നിൽക്കുമ്പോൾ നബി തങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യും നമുക്ക് വേണ്ടി. അപ്പോൾ അവിടത്തേക്ക് ഓർമ്മയിൽ വരാൻ നമ്മൾ ഈ ചൊല്ലിയ സ്വലാത്ത് പോരെ? അള്ളാഹ് സ്വീകരിക്കണേ റഹ്മാൻ, നീ തൗഫീഖ് നൽകണേ അള്ളാഹ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ പറയാം, സ്ഥിരമായി ചൊല്ലിയാൽ നബി തങ്ങൾ കാണാതെ ആ സ്വലാത്ത് സ്വീകരിക്കപ്പെടൂല എന്ന്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ചെറിയ ചെറിയ വാക്കുകൾ ചേർത്തിട്ടാണ് ഈ സ്വലാത്ത് എന്ത് ചെയ്തിട്ടുള്ളത്? മഹാന്മാർ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ ചൊല്ലിയത്, അവിടുന്ന് ചൊല്ലിയ സ്വലാത്ത് കുറച്ച് ഷോർട്ടാക്കിയിട്ട് ചുരുക്കിയിട്ട് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലിയിട്ടുണ്ട്.
ഉമർ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹുവിനു മുത്തബിഉ സുന്നയാണ്. നബിതങ്ങളുടെ എല്ലാ സ്വഭാവവും അവിടുത്തെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ആളാണ്. നബിതങ്ങൾ നടന്നതുപോലെ നടക്കാൻ, അവിടുന്ന് ഇരുന്നതുപോലെ ഇരിക്കാൻ, അവിടുന്ന് ചിരിച്ചതുപോലെ ചിരിക്കാൻ. ഒരിക്കൽ ഒരു വിജനമായ ഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോകാം. സ്വഹാബത്തും അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളും ഉണ്ട്. ഇബ്നു ഉമർ തങ്ങളൊന്ന് തല കുനിച്ചിട്ട് ഇങ്ങനെ നടന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ പ്രത്യേകിച്ച് മറയൊന്നുമില്ല. നമ്മൾ സാധാരണ ഈ ഉയരം കുറഞ്ഞ വാതിലൊക്കെ കയറുന്ന സമയത്ത് കുനിഞ്ഞു കയറുന്നത് പോലെ അദ്ദേഹം ഒന്ന് താഴെ കാഞ്ഞിട്ട് എന്ത് ചെയ്തു, കയറി. സ്വഹാബത്ത് ചോദിച്ചു, അല്ലയോ ഇബ്നു ഉമറെ, ഇവിടെ എന്തില്ലല്ലോ, തല തട്ടാൻ പറ്റിയ പാകത്തിനുള്ള സംഗതികളൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവിടെ കുനിഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞ മറുപടി, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുത്ത് നബി തങ്ങളുടെ കൈപിടിച്ച് ഈ വഴി വന്നിട്ടുണ്ട്. ഈ വഴി വന്ന സമയത്ത് ഇവിടെ ഒരു മരം നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ശിഖിരം, ഒരു കൊമ്പ് ഈ സ്ഥലത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു കടന്നു. നബി തങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടുന്ന് ഇങ്ങനെ തല കുനിച്ചിട്ടാണ് നടന്നുപോയത്. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ തലകുനിച്ച സ്ഥലത്ത് ഈ ഇബ്നു ഉമർ റളിയല്ലാഹു തലം പൊക്കി നടക്കുക എന്നുള്ളത് ശരിയല്ലല്ലോ. നബിതങ്ങൾ തലകുനിച്ച സ്ഥലത്ത് അതെന്തോ ആയിക്കൊള്ളട്ടെ, കാരണം എന്തോ ആയിക്കൊള്ളട്ടെ, ഞാനും തലകുനിക്കുന്നു. ഈ രൂപത്തിൽ നബിതങ്ങളെ പിൻപറ്റിയ മഹാനാണ് ആര്? മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു. ആ അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളും ഈ സ്വലാത്ത് പതിവാക്കിയിരുന്ന മഹാന്മാരിൽപ്പെട്ട സ്വഹാബിയാണ്. നമുക്കും ചൊല്ലിക്കൂടെ? അവരൊക്കെ നബിതങ്ങളെ കണ്ട് കേട്ട് പരിചയപ്പെട്ട് അവിടുത്തോടൊപ്പം സഹവസിച്ച ആളുകളാണ്. അവർക്ക് നബിതങ്ങളെ അറിയുന്നത് പോലെ വേറൊരാൾക്കും അറിയില്ല. അവിടെ സ്നേഹിച്ചതുപോലെ ഒരാൾക്കും സ്നേഹിക്കാൻ കഴിയില്ല. അപ്പോൾ അവർ പതിവാക്കിയിരുന്ന എത്ര മഹത്വമുള്ള സ്വലാത്തായിരിക്കും. ആ നബിതങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും ടോപ്പായിരിക്കൂലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളുടെ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ആ സ്വലാത്തൊന്ന് ചൊല്ലിത്തരാം. രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലിയ സ്വലാത്ത്, അതെങ്ങനെയാണെന്ന് ചൊല്ലാം. അതിനുശേഷം അത് ഷോർട്ടാക്കിയിട്ട് ചുരുക്കിയിട്ട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലിയത് എങ്ങനെയാണെന്നും നമുക്കൊന്ന് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ആദ്യം മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ ചൊല്ലിയ സ്വലാത്ത്. اللهم اجعل صلواتك ورحمتك وبركاتك على سيد المرسلين وإمام المتقين وخاتم النبيين محمد عبدك ورسولك إمام الخير وقائد الخير ورسول الرحمة اللهم ابعثه مقاما محمودا يغبطه به الأولون والآخرون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അല്ലാഹ് സ്വീകരിക്കണേ റഹ്മാനെ. അപ്പോൾ ഈ സ്വലാത്തിന്റെ അവസാന ഭാഗം നമുക്കറിയാം, നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലാറുള്ള ഇബ്രാഹിമിയ സ്വലാത്ത് കൂടെ ചേർത്തിട്ടാണ് മഹാന അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അത് ചൊല്ലിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ചൊല്ലിത്തരട്ടെ. اللهم اجعل صلواتك ورحمتك وبركاتك على سيد المرسلين وإمام المتقين وخاتم النبيين محمد عبدك ورسولك إمام الخير وقائد الخير ورسول الرحمة اللهم ابعثه مقاما محمودا يغبطه به الأولون والآخرون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇതാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് തങ്ങൾ ചൊല്ലിയത്. ഇങ്ങനെ അവിടുന്ന് എപ്പോഴും ചൊല്ലാറുണ്ടായിരുന്നു, എല്ലാ ദിവസവും പതിവാക്കാറുണ്ടായിരുന്നു. പതിവാക്കുക മാത്രമല്ല, നമ്മോട് പറഞ്ഞു വന്നു നിങ്ങളും പതിവാക്കണം. എങ്ങനെയാണ് ഇനി അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഇത് ചൊല്ലിയത്? ഇതും കുറച്ച് ചെറിയ രൂപത്തിൽ, ചുരുങ്ങിയ രൂപത്തിൽ അവിടുന്ന് പഠിപ്പിച്ചിരുന്നുണ്ട്. അതുകൂടെ ഇൻഷാ അല്ലാഹ് ഒന്ന് ചൊല്ലാം. അല്ലാഹുമ്മ ജഅൽ സ്വലവാതിക വബറകാതിക വറഹ്മതിക അലാ സയ്യിദിൽ മുർസലീൻ വഇമാമിൽ മുത്തഖീൻ വഖാതിമിൻ നബിയ്യീൻ മുഹമ്മദിൻ അബ്ദിക വറസൂലിക ഇമാമിൽ ഖൈർ വഖായിദിൽ ഖൈർ അല്ലാഹുമ്മ ബഅത്ഹു യൗമൽ ഖിയാമത്തി മഖാമൻ മഹ്മൂദാ യഗ്ബിതുഹു ബിഹിൽ അവ്വലൂന വൽ ആഖിറൂൻ വസല്ലി على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. കുറച്ചുകൂടെ ചുരുങ്ങിയ രൂപത്തിലാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലിയത്. രണ്ടും നമുക്ക് ചൊല്ലാം.
രണ്ടാലൊന്ന്. നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത്, ഏതാണോ എളുപ്പമുള്ളത്, കൂടുതൽ ചൊല്ലാൻ പറ്റുന്നവർ കൂടുതൽ ചൊല്ലുക. ഇനി അത് ചുരുങ്ങിയ രൂപത്തിലാണ് ചൊല്ലാൻ പറ്റുന്നതെങ്കിൽ ചുരുങ്ങിയ രൂപത്തിൽ ചൊല്ലുക. രണ്ടും മഹത്തുക്കളായ സ്വഹാബത്ത് ചൊല്ലിയ മഹത്തായ രണ്ട് സ്വലാത്താണ്, രണ്ടും സ്വലാത്താണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ മഹത്തായ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ് ഞാൻ സുബ്ഹാനല്ലാഹ് തുടക്കത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ നേട്ടങ്ങൾ നമുക്കൊന്ന് പറഞ്ഞാലോ. ദുനിയാവിൽ കിട്ടുന്ന 8 നേട്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ദുനിയാവിൽ കിട്ടുന്ന വമ്പൻ 8 നേട്ടങ്ങൾ എന്താണ്? ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് ദുനിയാവിൽ കിട്ടുന്ന മഹത്തായ നേട്ടങ്ങൾ എന്ന് നോക്കാം. വലിയ നേട്ടങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സ്വലാത്തിലൂടെ നമുക്ക് ലഭിക്കും. 100 കണക്കിന് ആവശ്യങ്ങൾ നമുക്ക് നിറവേറപ്പെടും. ആ 100 കണക്കിന് ആവശ്യങ്ങൾ നമ്മൾ എണ്ണിയാലൊന്നും അത്ര എത്തൂല നമ്മുടെ ആവശ്യങ്ങൾ. എന്നാലും നമുക്കുള്ള ആവശ്യങ്ങൾ മുഴുവൻ ഈ സ്വലാത്തിലൂടെ നിറവേറപ്പെടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ ചൊല്ലുന്ന സമയത്ത് ആത്മാർത്ഥമായ കൽബോടുകൂടി എൻ്റെ ഇന്ന 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 ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടണമെന്ന നല്ല ഇഖ്ലാസോട് കൂടിയിട്ടാവണം ചൊല്ലേണ്ടത്. രണ്ടാമത്തെ നേട്ടം എന്താ? ഐശ്വര്യങ്ങളുടെ വാതിലുകൾ അള്ളാഹു നമുക്ക് തുറന്നു തരും. അതായത് നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് വീടുണ്ടാകും, വസ്തു ഉണ്ടാകും, കാറുണ്ടാകും, വാഹനങ്ങളുണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് മക്കളുണ്ടാകും, ഭാര്യ ഉണ്ടാകും, ഭർത്താവ് ഉണ്ടാകും, മറ്റു ചുറ്റുപാടുകൾ ഉണ്ടാകും, ബിസിനസ് ഉണ്ടാകും, ജോലി ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. പക്ഷേ ഒരു ബറക്കത്തില്ലാത്ത ജീവിതമായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. മറിച്ച് ഈ സ്വലാത്ത് പതിവാക്കുന്നവരാണെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ ഈ നിഅമത്തുകളിലെല്ലാം അവൻ്റെ ഐശ്വര്യത്തിന്റെ നോട്ടം അള്ളാഹു നോക്കും, ഖൈറിന്റെ നോട്ടം അള്ളാഹു നോക്കും, ബറക്കത്തിന്റെ നോട്ടം അള്ളാഹു നോക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഈ ചൊല്ലുന്ന സമയത്ത് ഈ നീയത്തൊക്കെ നമ്മുടെ കൽബിൽ വേണം. നമ്മുടെ കൽബിന് ഇങ്ങനെ എന്ത് ചെയ്യണം? ഈ പ്രശ്നങ്ങളൊക്കെ പരിഹാരം കിട്ടണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം നമുക്ക് കിട്ടും. പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവരാണ് നമ്മൾ, ഇല്ലേ? ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വിളിച്ചിട്ട് അദ്ദേഹത്തിന് പ്രയാസങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ജോലിയൊക്കെ ഉണ്ട്, വരുമാനമൊക്കെ ഉണ്ട്, പക്ഷേ പൈസ കയ്യിൽ നിൽക്കണേയില്ല, കിട്ടുന്ന പൈസ ഒന്നിനും അങ്ങോട്ട് മുതലാകുന്നില്ല, മതിയാകുന്നില്ല എന്ന് സങ്കടം പറഞ്ഞു. അപ്പോൾ അതുപോലെ എങ്ങനെ അലട്ടുന്ന പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് കണക്കാക്കിയിട്ടുള്ള ഏത് വലിയ പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ പരിഹാരം നമുക്ക് അള്ളാഹു നൽകും. അതല്ലേ ഏറ്റവും വലുത്. നമുക്ക് നല്ല സൊല്യൂഷൻ, പരിഹാരം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്ത് കൊണ്ട് നമുക്ക് നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇനി ശത്രുക്കളായ ആളുകൾ ആരെങ്കിലും നമുക്കുണ്ടെങ്കിൽ, അത് മനുഷ്യന്മാരാകട്ടെ, ജിന്നുകളാകട്ടെ, ശൈത്താന്മാരാകട്ടെ, ഇനി അതല്ലാത്ത മറ്റെന്തെങ്കിലും ആകട്ടെ, ശത്രുക്കൾ നമ്മെ ഇടങ്ങേറാക്കുന്നുണ്ട് എങ്കിൽ ആ ശത്രുക്കളുടെ മുഴുവൻ ശത്രുതയിൽ നിന്നും, കുതന്ത്രങ്ങളിൽ നിന്നും, കെണിവലകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കും. ഇപ്പൊ ഇബ്ലീസാണ് ഇടങ്ങേറാക്കാൻ വരുന്നെങ്കിൽ ആ ഇബ്ലീസ് എന്ന ശത്രുവിനെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കും. ഇബ്ലീസിനെ ആട്ടിയോടിക്കാൻ ഈ സ്വലാത്ത് മതി എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ജിന്നുകളെന്ന ആ ഇടങ്ങേറ് പിടിച്ച ശത്രുക്കളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും. ഇനി മറ്റെന്തെങ്കിലും റൂഹാനിയത്തിന്റെ കുഴപ്പമുണ്ടോ അതിൽ നിന്നും അള്ളാഹു മോചനം നൽകും. ഇനി അതല്ല, മനുഷ്യന്മാരായ ശത്രുക്കളുണ്ട് എങ്കിൽ അവരിൽ നിന്നും അള്ളാഹു മോചനം നൽകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതലും അതായിരിക്കും ഉണ്ടാകുക. അപ്പൊ നമ്മുടെ മനസ്സിൽ കരുതേണ്ട എന്താ? ശത്രുക്കളെ നശിപ്പിച്ച് കളയലല്ല, മറിച്ച് ശത്രുക്കളെ നന്നാക്കാൻ നമ്മൾ മനസ്സിൽ കരുതണം. അവർ നന്നായി കിട്ടട്ടെ. നന്നായാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു അടിമ കൂടി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? ശത്രുക്കളുടെ ശത്രുതയൊക്കെ മാറി നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാരക്കണം. ആ നീയത്തോടു കൂടിയിട്ട് നമ്മൾ ചൊല്ലണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതുപോലെ 5ാമതായി കിട്ടുന്ന ഒരു നേട്ടമാണ് സമ്പാദ്യത്തിൽ ബറക്കത്ത് ഉണ്ടാകുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തുകളിൽ ബറക്കത്ത് ഉണ്ടാകുക. ആ ബറക്കത്ത് എങ്ങനെ ഉണ്ടാകുക എന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക്, അള്ളാഹുവിന് വേണ്ടി, ദീനിന് വേണ്ടി, നന്മകൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള മനസ്സ് അള്ളാഹു അവന് ഇട്ട് കൊടുക്കും. ആ വ്യക്തിക്ക് അള്ളാഹു ഇട്ട് കൊടുക്കും, നല്ലതിന് ചെലവഴിക്കുക. കാരണം എന്തേ? സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയാണ്. അവരുടെ സമ്പാദ്യം ദീനിന് ഉപകരിക്കുന്ന സമ്പാദ്യമായി മാറും. അങ്ങനെ ഉപകരിച്ചാലോ നാളെ ആഖിറത്തിൽ അവർ രക്ഷപ്പെടുന്ന പോലെ രക്ഷപ്പെടാൻ വേറൊരാൾക്കും കഴിയില്ല. അവർക്ക് സിമ്പിളായി രക്ഷപ്പെട്ടു പോകാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ സ്വലാത്ത് പതിവാക്കിയാൽ മതി. അതുപോലെ 6ാമതായി കിട്ടുന്ന മറ്റൊരു നേട്ടം കാണാം. ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ നീക്കപ്പെടുക. ജീവിത പ്രയാസങ്ങൾ നീക്കപ്പെടുക. അതായത് ജീവിക്കാൻ ജോലി ആവശ്യമാണ്. ചില ആളുകൾക്ക് ജോലി എത്ര നോക്കിയാലും സെറ്റാവുന്നുണ്ടാവില്ല. ബിസിനസ് വേണം. ബിസിനസ് ചിലപ്പോൾ എത്ര തുടങ്ങിയിട്ടും പൊട്ടി പോകുന്ന ആളുകളുണ്ട്. അതുപോലെ നല്ലൊരു ഇണയെ കിട്ടുക എന്നുള്ളത് ജീവിതത്തിൻ്റെ അഭിലാഷമാണ്. അപ്പോൾ ജീവിക്കുമ്പോൾ അതൊക്കെ അത്യാവശ്യമാണ്. ഇങ്ങനെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ, ഇതൊന്നും നടക്കാതിരിക്കുക, ഇതിനൊക്കെ തടസ്സങ്ങൾ നേരിടുക. ഇങ്ങനെ വരുന്ന സമയത്ത് അതിൽ നിന്നും മോചനം ലഭിക്കാൻ, രക്ഷപ്പെടാൻ ഈ ഒരു സ്വലാത്ത് പതിവാക്കിയാൽ മതി എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുക. ഈ ദുനിയാവിൽ വെച്ച് കിട്ടുന്ന നേട്ടമാണ്. 7ാമതായി കിട്ടുന്ന നേട്ടം, ദാരിദ്ര്യം എന്ന വിപത്ത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവൂല. ദാരിദ്ര്യം ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്കോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ അദ്ദേഹത്തിൻ്റെ ചെലവിൽ കഴിയുന്നവരോ പട്ടിണി കിടക്കേണ്ടി വരില്ല. ദാരിദ്ര്യം പല കോലത്തിലുണ്ട്. പൈസ ഇല്ലായ്മ മാത്രമല്ല ദാരിദ്ര്യം എന്നുള്ളത്. നേരത്തെ പറഞ്ഞത് പൈസ ഉണ്ട്, ഒന്നിനും മുതലാകുന്നില്ല, ഒന്നിനും എത്തിപ്പെടുന്നില്ല എന്നുള്ളതും ദാരിദ്ര്യം തന്നെയാണ്. സമ്പത്തിൽ ബറക്കത്തില്ലായ്മ പോലെ തന്നെയാണ് സമയത്തിലും ബറക്കത്തില്ലായ്മ, അതും ദാരിദ്ര്യമാണ്. ഒരുപാട് 24 മണിക്കൂർ എല്ലാവർക്കും ഉള്ളതുപോലെ അവനുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? ഒരു കാര്യം ചെയ്യാൻ
ബിസിനസ്സിൽ ഇങ്ങോട്ട് തിരക്ക് പിടിച്ചിട്ട് നിസ്കാരം ഒഴിവാക്കുക. നിസ്കരിക്കാനുള്ള സമയമില്ല, കാരണം ബർക്കത്തില്ല സമയത്തിൽ, ദാരിദ്ര്യമാണ്. അതുപോലെ തന്നെ ഖുർആൻ ഓതാൻ സമയമില്ല, ദാരിദ്ര്യമാണ്. അപ്പോൾ ദാരിദ്ര്യം എന്നുള്ളത് എന്തല്ല, പട്ടിണി മാത്രമല്ല, അങ്ങനെ ചിന്തിച്ചു പോകരുത്. സമ്പത്തിലും ബർക്കത്തില്ലായ്മ, ദാരിദ്ര്യം വരിക, അതുപോലെ സമയത്തിലും ദാരിദ്ര്യം വരിക, ഇതൊക്കെ നമുക്ക് ഇടങ്ങേറുകൾ തന്നെയാണ്. ഈ ദാരിദ്ര്യം എന്ത് ചെയ്യും, നമ്മളിൽ നിന്ന് നീക്കപ്പെടുന്നതാണ് ഈ സ്വലാത്ത് പതിവാക്കിയാൽ. 8ാമതായി കിട്ടുന്ന വലിയ നേട്ടം മനപ്രയാസം നീങ്ങിക്കിട്ടും. മനപ്രയാസം നീങ്ങിയാൽ ഒരു മനുഷ്യൻ്റെ രോഗങ്ങളില്ലാതെയാകാൻ കാരണമായി തീരും. രോഗം വരാനുള്ള 80% സാധ്യതയും ടെൻഷനിലൂടെയാണ് എന്ന് പഠനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. നോക്കുക, ഒരു മനുഷ്യന് രോഗം വരാനുള്ള 80% വരുന്ന സാധ്യതയും എന്തിലൂടെയാണ്? മനപ്രയാസത്തിൻ്റെ പല മേഖലകൾ പറയുന്നു, ടെൻഷൻ്റെ പല രൂപങ്ങൾ. അപ്പം എല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ 80% ടെൻഷനിലൂടെ രോഗം വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ടെൻഷൻ ഫ്രീ ആയ ജീവിതം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, മനക്ലേശമില്ലാത്തൊരു ജീവിതം ഒരാൾക്ക് കിട്ടിയാൽ അദ്ദേഹത്തിന് ഹോസ്പിറ്റലുകൾ കൊണ്ട് ചെലവഴിക്കേണ്ടി വരില്ല. അദ്ദേഹത്തിന് സമ്പാദ്യം ചെലവഴിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിന് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഇബാദത്തുകൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഇബാദത്തുകളിൽ പ്രയാസമോ ടെൻഷനോ അല്ലെങ്കിൽ അതുപോലെ മാനസികമായി ഒരു അടുപ്പമില്ലായ്മ ഒന്നും ഉണ്ടാവില്ല. നല്ല റിലാക്സ് ആയിട്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സർവ്വ ഇബാദത്തുകളും നന്നായി കിട്ടും, നല്ല ഇബാദത്തുകൾ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ആ മനുഷ്യൻ തൻ്റെ കുടുംബാദികളുമായിട്ട്, തൻ്റെ മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ ആരൊക്കെയാണോ അവരുമായിട്ട് നല്ല രൂപത്തിൽ ഇടപഴകാൻ കഴിയും. പലപ്പോഴും കുടുംബ വഴക്കും അതുപോലെ വീട്ടിലെ കലഹങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ടെൻഷൻ്റെ പുറത്തുനിന്നാണ്. ഭർത്താവ് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഭാര്യ എന്തെങ്കിലും പറഞ്ഞു, അപ്പോഴായിരിക്കും വഴക്കുണ്ടാകുക. ഭാര്യ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഭർത്താവ് എന്തെങ്കിലും സംസാരിച്ചു, അപ്പോൾ വഴക്കുണ്ടാവും. മക്കളും മാതാപിതാക്കൾക്കും ഇടയിൽ, അയൽവാസികൾക്കിടയിൽ. എന്നാൽ ടെൻഷൻ ഫ്രീ ഒന്നുമില്ലാത്ത നല്ല ഖാലിസായ കൽബോട് കൂടിയിട്ടാണല്ലോ അവിടെ സന്തോഷവും സമാധാനമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഈ പറഞ്ഞ ദുനിയാവിൻ്റെ 8 നേട്ടങ്ങൾ കൊണ്ട് നമ്മുടെ ദുനിയാവ് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്. ദുനിയാവ് രക്ഷപ്പെടും. അപ്പോൾ ഒരാളുടെ ദുനിയാവ് മുഴുവൻ രക്ഷപ്പെട്ടിട്ട് എന്ത് ചെയ്താൽ മതി? ഈ സ്വലാത്ത് പതിവാക്കിയാൽ മതി. ഇതുകൂടാതെ ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന ഉഖറവിയായ 23 നേട്ടം കൂടി നമുക്കൊന്ന് പറയാം. 23 നേട്ടം കൂടി ഇൻഷാ അല്ലാഹ് ഒന്ന് പറയാം, ഒന്ന് ചർച്ച ചെയ്യാം. 31 പരം വരുന്ന നേട്ടങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ചുരുക്കിയ രൂപത്തിൽ 31 മാത്രം നിങ്ങളിലേക്ക് പറഞ്ഞു തരികയാണ്. ഇത് തന്നെ ആയാൽ നമ്മുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും സകല കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടു. ഈ പറഞ്ഞ 8 നേട്ടങ്ങൾ കൊണ്ട് തന്നെ ഒരു മനുഷ്യന് ദുനിയാവ് മുഴുവൻ കിട്ടും. ദുനിയാവിൻ്റെ മുഴുവൻ ആഗ്രഹങ്ങളും അവന് സഫലീകരിക്കും. ദുനിയാവിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളും നീങ്ങും. ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളും റാഹത്താകും. ഇനി കിട്ടുന്ന 23 നേട്ടങ്ങളോ അയാളുടെ ആഖിറവും രക്ഷപ്പെടാൻ കാരണമായി തീരും. അതിലൊന്ന് സ്വലാത്ത് ചൊല്ലുന്ന സ്ഥലങ്ങൾ പ്രകാശിക്കപ്പെടുമെന്ന, നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ കാണിക്കപ്പെടും. നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മളുടെ വീടുകൾ, നമ്മളുടെ സ്ഥലങ്ങൾ, നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നിൽക്കുന്ന സ്ഥലം, നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലിയത് എവിടെ വെച്ചാണോ ആ സ്ഥലം റബ്ബിൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ പ്രകാശിക്കപ്പെടും. മലക്കുകൾ അത് കാണുകയും നമുക്ക് ദുആ തരികയും ചെയ്യും. 2ാമത്തെ നേട്ടം എന്താ? ഉഹദ് പർവ്വതത്തിന് സമാനമായ നന്മകൾ നമുക്ക് എഴുതപ്പെടും. ഞാൻ വിശദീകരിച്ചു അത്. ഉഹദ് പർവ്വതത്തിന് സമാനമായ നന്മകൾ നമുക്ക് എഴുതപ്പെടും. 3ാമത്തെ നേട്ടം, ആഖിറത്തിൽ കിട്ടുന്ന നേട്ടം, മരിക്കുന്നതിന് മുമ്പ് നമ്മൾ എവിടേക്കാണോ പോകുന്നത്, ഏത് സ്വർഗത്തിലെ ഏത് ഭാഗത്തേക്കാണോ പോകുന്നത്, ആ ഭാഗം കാണിച്ചു തന്നിട്ടല്ലാതെ നമ്മുടെ റൂഹിനെ അള്ളാഹു പിടിക്കൂല. അതായത് മരിക്കുന്നതിന് മുമ്പ് സ്വർഗം കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യം കിട്ടും. 3ാമത്തെ നേട്ടം അതാണ്. 4ാമത്തെ നേട്ടം കേൾക്കണോ? സ്വലാത്ത് ചൊല്ലുന്ന ആൾക്കും ആ സ്വലാത്ത് ചൊല്ലിയവരുടെ മാതാപിതാക്കൾക്കും സ്വലാത്ത് ചൊല്ലിയവരുടെ മക്കൾക്കും അള്ളാഹു ഇതിൻ്റെ പ്രതിഫലം എഴുതി കൊടുക്കും. ഇതൊക്കെ ഉഖ്റവിയായ നേട്ടങ്ങളാണ്. ഏത്? ഈ പറഞ്ഞത് മുഴുവൻ ഉഖ്റവിയായ നേട്ടങ്ങളാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാളെ നമുക്ക് ഇതിൻ്റെ കൂലി കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. 5ാമത്തെ നേട്ടം കേൾക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ സാക്ഷിയായി വരും. മഹ്ശറിൽ നിൽക്കുന്ന സമയത്ത് മുത്ത് നബി തങ്ങൾ നമുക്ക് സാക്ഷിയായി വരും. മഹ്ശറിൽ ഒരുപാട് ആളുകൾ സാക്ഷിയായി വരുമല്ലോ. അവിടെ ഖുർആൻ സാക്ഷിയായി വരും, നിസ്കാരങ്ങൾ സാക്ഷിയായി വരും, നമ്മൾ ചെയ്ത സ്വതക്ക സാക്ഷിയായി വരും, അതുപോലെ നോമ്പ് സാക്ഷിയായി വരും, റമദാൻ സാക്ഷിയായി വരും. ഇങ്ങനെ പല സംഗതികൾ സാക്ഷികളായി വരും. എന്നാൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഡയറക്റ്റ് നമ്മൾക്ക് വേണ്ടി സാക്ഷി നിൽക്കാൻ എവിടെ എത്തും? നാളെ മഹ്ശറിൽ എത്തുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹ് ഞങ്ങൾക്ക് അതിനുള്ള അവസരം നൽകണേ റഹ്മാനെ. റബ്ബെ, ആ പുന്നാര നബിതങ്ങൾ അവിടുത്തെ കൈപിടിച്ച് ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ നീ അവസരം നൽകണേ അള്ളാഹ്. അടുത്തതോ, നബിതങ്ങൾ വരിക മാത്രമല്ല, 6ാമത്തെ നേട്ടം എന്താ? ആ പുന്നാര നബിതങ്ങൾ നമുക്ക് വേണ്ടി റബ്ബിൻ്റെ മുമ്പിൽ ശുപാർശ ചെയ്യും, ശഫാഅത്ത് ചെയ്യും. അള്ളാഹുവേ, ഈ മനുഷ്യൻ എൻ്റെ സ്വലാത്ത് ചൊല്ലിയ ആളാണ്, ഈ മനുഷ്യനെ നീ സ്വർഗത്തിൽ കടത്തണേ. അതിനൊക്കെ ഒരു ഭാഗ്യം അള്ളാഹു നൽകിയവർക്കല്ലാതെ വേറെ ആർക്കാ കിട്ടുക? ഇത് ചൊല്ലാൻ ആർക്കാ പിന്നെ ഭാഗ്യം കിട്ടുക? അള്ളാഹു അതിനുള്ള അവസരം നൽകുമാറാകട്ടെ. ഹൗദുൽ കൗസറിൻ്റെ അരികെ കൊണ്ടുവരപ്പെടും. മുത്തുനബി തങ്ങളുടെ ഹൗദിൻ്റെ അരികെ കൊണ്ടുവരപ്പെടുക. അള്ളാഹ് ഒരു മുഅ്മിന് കിട്ടുന്ന വലിയ നേട്ടങ്ങളിൽപ്പെട്ടതാണെന്ത്? ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. നബി തങ്ങൾക്ക് നമ്മൾ കൗസർ നൽകിയില്ലേ, ഹൗദുൽ കൗസർ നൽകിയില്ല, ഒരർത്ഥം അതാണ്. അപ്പോൾ ആ ഹൗദിൻ്റെ അരികിലേക്ക് ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ ആനയിച്ച് ഇങ്ങനെ കൊണ്ടുവരിക.
എന്നിട്ടോ അർശിന്റെ ചുവടെ ഹൗദുൽ കൗസറിന്റെ അവരെ കൊണ്ടുവരികയും അവർക്ക് ഹൗദിൽ നിന്നും കുടിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യും. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അർശിന്റെ ചോട്ടിൽ എന്ത് ചെയ്യും? കൊണ്ടു നിർത്തപ്പെടും. അർശിന്റെ ചോട്ടിൽ കൊണ്ടു നിർത്തപ്പെടുക, അതായത് ഒരു മനുഷ്യൻ നാളെ മഹ്ശറിൽ നിൽക്കുന്ന സമയത്ത് കത്തിജ്വലിക്കുന്ന സൂര്യൻ അയാളുടെ മുകളിൽ 1 മൈൽ ദൂരത്ത് ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ ഇയാൾ ചെയ്ത തെറ്റിനനുസരിച്ച് ഇങ്ങനെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സമയത്ത് രക്ഷപ്പെടുന്ന ചില ആളുകളുണ്ട്. അതായത് അർശിന്റെ ചോട്ടിൽ നിൽക്കാൻ, തണലിൽ നിൽക്കാൻ അവസരം കിട്ടിയ ആളുകൾ. ആ തണലിൽ നിൽക്കാൻ അവസരം കിട്ടിയവരുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സ്വലാത്ത് പതിവാക്കിയവരെ അള്ളാഹു അവസരം നൽകും, അവിടെ കൊണ്ടു നിർത്തും. അവർക്ക് വിഷമിക്കേണ്ടി വരൂല. 8ാമത്തെ നേട്ടം അതാണ്. 9ാമത്തെ നേട്ടം മഹാന്മാർ പറയുന്നത് ജനങ്ങളിൽ ഏറ്റവും ഉത്തമന്മാരിൽ ചേരാൻ അദ്ദേഹത്തിന് അവസരം കിട്ടും. ഏറ്റവും ഉത്തമന്മാരായ ആളുകളിൽ ചേരാൻ, അതായത് അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരുടെ പട്ടികയിൽ ചേരാൻ ആ വ്യക്തിക്ക് അള്ളാഹു അവസരം കൊടുക്കുന്നതാണ്. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. 10ാമത്തെ നേട്ടം എന്താ അറിയോ? ഈ മനുഷ്യൻ്റെ ദറജകൾ ഉയർത്തപ്പെടും. വലിയ വലിയ സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് നൽകും. വലിയ സ്ഥാനം നൽകുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലും വലിയ സ്ഥാനം നൽകും, ദുനിയാവിലും വലിയ സ്ഥാനം അള്ളാഹു നൽകും. പ്രധാനമായും പ്രതിപാദിച്ചത് സ്വർഗത്തിലെ ദറജകൾ, തട്ടുകൾ എന്ത് ചെയ്യും? താഴെയുള്ളതുപോലെയല്ല ഏറ്റവും മുകളിലുള്ളത്. നമ്മൾ ദുനിയാവിൽ എന്ത് ചെയ്യുക? ഇപ്പോൾ ഫ്ലാറ്റ് കണ്ടിട്ടുണ്ട് പല ആളുകളും, നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഫ്ലാറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഇഷ്ടം താഴെ താമസിക്കാനാണ്, താഴത്തെ നിലയിലൊക്കെ താമസിക്കാനാണ്. ഏറ്റവും മുകളിലത്തെ നിലയിൽ താമസിക്കുന്ന ആൾക്ക് അത്ര സന്തോഷം ഉണ്ടാവില്ല. കാരണം എങ്ങാനും ഇടയ്ക്ക് ലിഫ്റ്റ് നിന്ന് പോയി കഴിഞ്ഞാൽ ആ പടി അത്രയും ഇറങ്ങി താഴോട്ട് വരണം, പിന്നെ തിരിച്ചു കയറണം, വലിയ ഇടങ്ങേറാണ്. എന്നാൽ താഴെ താമസിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. സാധാരണ വീട്ടിൽ താമസിക്കുന്ന പോലെ 1-2 സ്റ്റെപ്പൊക്കെ കയറിയാൽ എന്ത് ചെയ്യും? അവർക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാൽ സ്വർഗത്തിൽ അങ്ങനല്ല. താഴത്തെ തട്ടിനേക്കാൾ സ്ഥാനം കൂടിയത് എവിടെയാണ്? മുകളിലത്തെ തട്ടിനാണ്. അപ്പം അങ്ങനെ ദറജ എന്ത് ചെയ്യും? അള്ളാഹു അവിടെ ഇങ്ങനെ പദവി ഉയർത്തി 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 എന്ത് ചെയ്യും? വലിയ ദറജ കൊടുക്കും. ദുനിയാവിലെ പോലല്ല ആഖിറം. വലിയ നേട്ടം കിട്ടുന്നതാണ് സ്വർഗം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 11ാമത്തെ നേട്ടം അറിയോ? സമ്പത്തില്ലാത്ത ആളുകളാണ് ഇത് ചൊല്ലുന്നതെങ്കിൽ, നമുക്ക് കൊടുക്കാൻ ആർക്കും സ്വതക്കയൊന്നും കൊടുക്കാൻ സമ്പത്തില്ല, സക്കാത്ത് കൊടുക്കാൻ സമ്പത്തില്ല. എന്നാൽ സമ്പത്തില്ലാത്തവൻ്റെ സ്വതക്കയുടെ സ്ഥാനത്ത് ഈ ഒരു സ്വലാത്തിന് അള്ളാഹു പരിഗണിക്കുന്നതാണ് എന്ന്. സമ്പത്തില്ലാത്തവൻ സ്വതക്ക ചെയ്തതിൻ്റെ സ്ഥാനത്ത് ഈ സ്വലാത്തിന് അള്ളാഹു പരിഗണിക്കും. അതുകൊണ്ട് നോക്കി, സ്വതക്ക കൊടുത്തില്ലെങ്കിൽ സ്വതക്കയുടെ കൂലി അള്ളാഹു ഇങ്ങനെ എഴുതാം. സ്വതക്ക കൊടുത്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുക, വലിയ സ്ഥാനമാണ് ആ നൽകുന്നത്. നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ മുഴുവൻ പൊറുക്കപ്പെടാനുള്ള ഇസ്തിഗ്ഫാറിൻ്റെ സ്ഥാനത്ത് ഈ സ്വലാത്ത് നിൽക്കും. ഇസ്തിഗ്ഫാർ, നമ്മൾ എത്രയോ തെറ്റുകൾ നമ്മളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാപങ്ങളൊക്കെ പൊറുക്കാൻ പാകമായ ഇസ്തിഗ്ഫാറിൻ്റെ സ്ഥാനത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്തിനെ നിർത്തും. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അത് മതിയായതാണ് എന്ന്. അള്ളാഹു പാപങ്ങളൊക്കെ മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. മീസാനിൽ നമ്മുടെ നന്മതിന്മകൾ വെക്കുന്ന സമയത്ത് നന്മയുടെ ഭാഗത്ത് വല്ലാതെ കനം കൂടുന്നതാണ്. വല്ലാതെ കനം കൂടും. നമ്മളിങ്ങനെ ചിന്തിക്കും, റബ്ബേ ഞാൻ ഇത്രയേറെ കനം കൂടാനുള്ള അമലൊന്നും ചെയ്തില്ലല്ലോ എന്ന്. അപ്പോൾ പറയപ്പെടുന്നത് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിൻ്റെ കനമാണ് ആ തൂങ്ങുന്നത് എന്ന് വിളിച്ചു പറയപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ. സിറാത്ത് പാലം കടക്കുന്നതിന് മുമ്പ് ഈ മീസാൻ രക്ഷപ്പെട്ടു കിട്ടിയാൽ അവൻ എന്ത് ചെയ്യും? നന്മതിന്മകളുടെ ഭാഗത്ത് നന്മ അങ്ങോട്ട് തൂങ്ങിക്കിട്ടിയാൽ അയാൾക്ക് സിറാത്ത് പെട്ടെന്ന് കടക്കാൻ പറ്റും. പറയുന്നു, ഈ സ്വലാത്ത് കൊണ്ട് അയാളുടെ മീസാൻ എന്ത് ചെയ്യും? നന്മയുടെ ഭാരം കൂടും. അതുപോലെ അയാൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ കഴിയും. അള്ളാഹു കടത്തി തരുമാറ സിറാത്ത് പെട്ടെന്ന് കടക്കാൻ കഴിയുക. സിറാത്ത് കടന്നാൽ പിന്നെ സ്വർഗത്തിലേക്ക് എത്തി. സിറാത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്തി. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നരകമോചനം ആ വ്യക്തിക്ക് അള്ളാഹു എഴുതുന്നതാണ്. നരകത്തിൽ കടക്കൂല. അയാൾ ചെയ്ത തെറ്റ് മുഴുവൻ പൊറുക്കപ്പെട്ടു. അയാൾ ചെയ്ത തെറ്റ് മുഴുവൻ പൊറുക്കാനും നന്മ ഭാരം കൂടാനും സിറാത്ത് കടക്കാനും ഒക്കെ അവർക്ക് അവസരം കിട്ടിയ പിന്നെ എങ്ങനെ അയാൾ നരകത്തിൽ കിടക്കാം? നരകമോചനം അയാൾക്ക് എഴുതപ്പെടും. 15ാമത്തെ നേട്ടതാണ്. 16ാമതായി കാണാം, അള്ളാഹുവിൻ്റെ പൊരുത്തം ആ മനുഷ്യനുണ്ടാകുന്നു. അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവും. വേറെ ആരുടെ തൃപ്തി ഇല്ലെങ്കിലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ പൊരുത്തപ്പെടും. കാരണം മുത്തുനബിതങ്ങളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. നബിതങ്ങൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അപ്പം നബിതങ്ങളെ ഹുബ്ബ് വെച്ച ഒരാളെ അള്ളാഹുവും പൊരുത്തപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും അയാൾ മോചിതനാവും. അള്ളാഹു കോപിക്കൂല. അള്ളാഹു അയാളോട് കോപിക്കൂല. നാളെ മഹ്ശറിൽ വരുന്ന സമയത്ത് ചില ആളുകളുടെ മുഖത്തേക്ക് പോലും അള്ളാഹു നോക്കൂല എന്ന് ഹദീസിൽ കാണാം. എന്നാൽ നബിതങ്ങളുടെ ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നിലയ്ക്കും ദേഷ്യപ്പെടുകയില്ല എന്ന് മഹത്തുക്കൾ പറയുന്നു. 18ാമത്തെ നേട്ടം നമുക്ക് കാണാം. സ്വർഗത്തിൽ കൺകുളിർമയായ ഇണകളെ കൊണ്ട് അള്ളാഹു സന്തോഷം നൽകുക. കൺകുളിർമയുള്ള ഇണകളെ കൊണ്ട് അള്ളാഹു സന്തോഷം നൽകും. അള്ളാഹു ഭാഗ്യം നൽകുമാറാട്ടെ. അത് ഭൂമിയിലെ ഇണകളാണെങ്കിലും അവർക്കതിനെ റഹ്മത്തും ബറക്കത്തും ചെയ്ത വലിയ സന്തോഷമുള്ള ഇണകളാക്കി അവർക്ക് സ്വർഗത്തിൽ അള്ളാഹു നൽകും. ഭൂമിയിൽ ഇണകളില്ലാത്തവരായിരുന്നുവെങ്കിൽ അവർക്കതിന് പകരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കും.
അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ, അവർക്ക് നേരം പോക്കിനായി സന്തോഷിക്കാനുള്ള വകയായിട്ട് അള്ളാഹു നൽകും. 20ാമത്തെ നേട്ടം കാണാം, അള്ളാഹുവിലേക്കും റസൂലിലേക്കും കൂടുതൽ അടുക്കാൻ ഇത് കാരണമായി തീരും. റബ്ബിലേക്ക് അടുക്കാൻ, മുത്തുനബിതങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ. അങ്ങനെ അടുത്താനുള്ള ഗുണം എന്താണെന്നറിയോ? നമ്മളുടെ ഈമാൻ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന. മുത്തുനബിതങ്ങളെയും അള്ളാഹുവിനെയും കൂടുതൽ ഹബ്ബ് വെക്കുന്നവരുടെ ഈമാൻ ദുർബലപ്പെട്ടു പോകില്ല, രക്ഷപ്പെട്ടു കിട്ടും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പം ഈ നേട്ടങ്ങളൊക്കെ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ എങ്ങനെയാണ് സ്വർഗത്തിൽ കടക്കാതിരിക്കുക? ഖൽബ് നന്നാക്കപ്പെടും വ്യക്തിയുടെ. ഈ മനുഷ്യൻ്റെ ഖൽബ് നന്നാക്കപ്പെടും. അതാണാകട്ടെ പെണ്ണ്. നമ്മുടെ ഖൽബ്, ഹൃദയം നന്നായി കഴിഞ്ഞാൽ ആ ഹൃദയത്തിലേക്ക് 100 കടക്കുകൾ, അള്ളാഹുവിൻ്റെ 100 കടക്കുകളും. അതുപോലെ സമ്പത്തുള്ളവനാണ് എങ്കിൽ അവൻ്റെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടും. നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് സമ്പത്ത് ശുദ്ധീകരിക്കാനാണ്, സമ്പത്തിൽ കലർപ്പില്ലാതിരിക്കാനാണ്. നമുക്ക് ഹലാലായ വരുമാന മാർഗ്ഗങ്ങൾ അള്ളാഹു തുറന്നു തരിക. അതാണ് സമ്പത്ത് എന്ത് ചെയ്യുക? ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഹലാലല്ലാത്തത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെയില്ല. ഹലാലായതു മാത്രമേ അള്ളാഹു നമ്മളിലേക്ക് അടുപ്പിച്ചു തരികയുള്ളൂ. 23ാമത്തെ നേട്ടം കാണാം, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശുദ്ധീകരിക്കപ്പെടുക എന്ന്. നല്ല പ്രവർത്തനങ്ങളല്ലാത്തൊരു പ്രവർത്തനവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകൂല. കള്ളുകുടിയോ, മോഷണമോ, അല്ലെങ്കിൽ കൊലപാതകമോ, അല്ലെങ്കിൽ പിടിച്ചുപറിയോ, മറ്റുള്ളവരെ അപഹസിക്കലോ, പരിഹസിക്കലോ, അതുപോലെ തന്നെ ഗീബത്ത്, നമീമത്ത് പറയലോ, ചീത്ത പറയലോ, അങ്ങനെ തുടങ്ങിയ ആളുകൾ വെറുക്കുന്ന മോശമായ ഒരു സംഗതികളും നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂല, നമ്മളുടെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരൂല. അള്ളാഹു നമ്മളുടെ പ്രവർത്തനങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നൽകും. നോക്കി, ഈ 23 നേട്ടം, ഇതിൽ അവസാനത്തെ നേട്ടം തന്നെ എടുത്തു നോക്കി. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് നരകത്തിലേക്ക് പോകേണ്ട ഒന്നും ഉണ്ടാവൂല എന്ന്, സ്വർഗത്തിൽ കടക്കൂലേ? അപ്പോൾ അങ്ങനെ മഹത്വമുള്ള, ഇത്രയേറെ പ്രാധാന്യമുള്ള 23 ഉഖറവിയായ നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. അള്ളാഹു ഇതെല്ലാം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. എന്ത് ചെയ്താൽ മതി? ജീവിതത്തിൽ മുടങ്ങാതെ, ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ മുടങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക ഈ സ്വലാത്ത്. മഹാന്മാരായ സ്വഹാബത്ത് പതിവാക്കിയ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ മഹത്തുക്കളായ സ്വഹാബത്ത് ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും നമ്മളോട് ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്ത മഹത്തായ സ്വലാത്ത് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കണം. കാരണം നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിന്റെ കൂലി നമ്മൾക്ക് എഴുതും, എന്നാൽ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂലി കൂടി നമുക്ക് കിട്ടാൻ അത് കാരണമായി തീരും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.